ഗെയിം ഓഫ് ത്രോൺസ്. പല പല സിനിമകൾ മാത്രം കണ്ടിരുന്ന എന്നെ സീരീസിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചത് ഗെയിം ഓഫ് ത്രോൺസ് ആണ്. പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും അതിനുപരി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫാൻറ്റസി വേൾഡും അതേപോലെ തന്നെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറിയും, ഇങ്ങനെ പല പല കാര്യങ്ങളാണ് എന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ തുടക്കത്തിൽ പ്രേരിപ്പിച്ചത്. പിന്നെ ഓരോ പോയിൻ്റ് കഴിയുമ്പോഴും അതിൽ മറ്റ് TV സീരീസുകളും സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കഥ പറച്ചിലും ഓരോരോ മൊമെൻറ്റുകളുമാണ് എന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു ഫാനാക്കി മാറ്റിയത്. സോ ഓരോ സീസണും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഓരോ സീസണെയും കുറിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു സീരീസാണിത്. അതിൽ സീസൺ 1നെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്തുകൊണ്ട് സീസൺ 1 ഒരു പെർഫെക്റ്റ് സീസണായി, ആ ഒരു വേൾഡിനെ പെർഫെക്റ്റായിട്ട് നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് എങ്ങനെ പറ്റി, എന്തൊക്കെയാണ് ഈ സീസൺ എത്രത്തോളം സ്പെഷ്യലാക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സീസൺ 1നെ എത്രത്തോളം പെർഫെക്റ്റ് ആക്കുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് എഫിഷ്യൻസി ഇൻ സ്റ്റോറി ടെല്ലിംഗ്. മറ്റ് സീരീസുകളെ അപേക്ഷിച്ച് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീസൺ 1ന് ചെയ്യേണ്ടിയിരുന്നത് ഒരുപാടധികം കാര്യങ്ങളാണ്. ആ ഒരു വേൾഡിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പല റീജിയൻസും സിറ്റീസും ഹൗസസും നമുക്ക് പരിചയപ്പെടുത്തുക, അവിടുത്തെ പൊളിറ്റിക്സ് മനസ്സിലാക്കി തരിക, പല 70ലധികം ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ ഡൈനാമിക്സ് കാണിച്ചു തരിക, അപ്കമിങ് ഇവൻസിനെ ഫോർ ഷാഡോ ചെയ്യുക, ഡ്രാഗൺ, വൈറ്റ് വാക്കർ പോലുള്ള ടോപ്പിക്കുകളെ സീരീസിലോട്ട് പരിചയപ്പെടുത്തുക. ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങളാണ് സീസൺ 1ന് ചെയ്യേണ്ടിയിരുന്നത്. ഇതിന് അവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറേ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് സീസൺ 1നെ എത്രത്തോളം പെർഫെക്റ്റ് ആക്കുന്ന ഫാക്ടേഴ്സിലൊന്ന്. ഇതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആര്യയെ ഫൈറ്റിംഗ് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ ബ്രാവോസിൽ നിന്നാണ്. ഇതിലൂടെ ബ്രാവോസിലേക്കൊരു വേൾഡ് ബിൽഡിങ്ങും ആര്യയുടെ ട്രെയിനിങ്ങുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആര്യ സീസൺ 4ൻ്റെ അവസാനം ഫേസ്ലെസ് അസാസിനെ തപ്പി ബ്രാവോസിലോട്ടാണ് പോകുന്നത്. സോ ഒരു ഫോർ ഷാഡോയിങ്ങും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഫിഷ്യൻസി നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിൽ സീസൺ 1ൽ കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ജോൺ സ്നോയും കാറ്റ്ലിൻ സ്റ്റാർക്കും തമ്മിലുള്ള ബന്ധം. 3-4 ഷോട്ടിലാണ് നമുക്കത് കൺവേ ചെയ്ത് തരുന്നത്. സോ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എഫിഷ്യൻസി തന്നെയാണ് സീസൺ 1ന് എത്രത്തോളം പെർഫെക്റ്റ് ആവാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സിലൊന്ന്. സീസൺ 1നെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഇതിൻ്റെ സബ് ജോണർ. ജോൺ ആര്യനും അദ്ദേഹത്തിൻ്റെ മരണവും അത് നെഡ് സ്റ്റാർക്ക് അന്വേഷിക്കുന്നതുമാണ് സീസൺ 1ൽ പ്രൈമറി ആയിട്ട് പോകുന്നത്. ഇതൊരു ഫാൻറ്റസി ഫിക്ഷൻ ആണെങ്കിൽ കൂടി മർഡർ മിസ്റ്ററി എന്ന് പറയുന്നൊരു ജോണർ ഇതിൽ വരുന്നതിലൂടെ ഇത് കുറച്ചും കൂടി റിലേറ്റബിൾ ആകുന്നുണ്ട്, അതേപോലെ ഫ്രഷും ആകുന്നുണ്ട്. കാരണം നമ്മൾ ഒരുപാട് മർഡർ മിസ്റ്ററി ആയിട്ടുള്ള മൂവീസും സീരീസും കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു ഫാൻറ്റസി വേൾഡിൽ നടക്കണമെന്നുള്ളത് പുതിയൊരു എക്സ്പെരിമെൻ്റാണ്. സോ ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്നതിലൂടെ അറ്റ് എ ടൈം ഇത് റിലേറ്റബിളും ആവുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും ആവുന്നുണ്ട്. ഓരോ ഇൻവെസ്റ്റിഗേറ്റിംഗ് സീനും വളരെ ഓർഗാനിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ വട്ടം നമ്മൾ പുതിയ കാര്യം നെഡ് സ്റ്റാർക്ക് അറിയുമ്പോൾ നമ്മളും അത് അറിയുകയാണ്. കാരണം നമുക്ക് ആ വേൾഡിനെ കുറിച്ച് ഒരു ക്ലൂ ഇല്ല. സോ ഈ ഒരു സബ് ജോണർ എലമെൻ്റ് ഇതിൽ വരുന്നതിലൂടെ സീസൺ 1 കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറുന്നുണ്ട്. അടുത്തൊരു ഫാക്ടറാണ് ഇതിൻ്റെ പേസിങ്. ഒരുപാട് സ്ലോ പേസിലാണ് സീസൺ 1 പോകുന്നത്. അത് ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്നതുമുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ സീസണാണ്. സോ നമുക്ക് ഒരുപാട് സമയം ആ ക്യാരക്ടേഴ്സും ആ വേൾഡുമായിട്ട് ചിലവാക്കേണ്ടതുണ്ട്. ഇത് ആ ഒരു മേർഡർ മിസ്റ്ററി എന്ന് പറയുന്ന ജോണറിനെ ഒരുപാട് സഹായിക്കുന്നതുമുണ്ട്. ആ ഒരു എവിഡൻസ് കളക്ട് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സമയമെടുത്ത് ഭയങ്കര ഓർഗാനിക്കായിട്ട് നമ്മളിലേക്ക് എത്താൻ ഈ ഒരു പേസിങ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പുതിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനും ഈ പേസിങ് സഹായിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നെഡ് സ്റ്റാർക്ക് ഒരു ഡിസേർട്ടറിനെ ബിഹെഡ് ചെയ്യുന്നൊരു സീനുണ്ട് ഫസ്റ്റ്. അതിൽ നെഡ് സ്റ്റാർക്ക് ഒരുപാട് സമയം എടുത്തിട്ടാണ് ആ ഒരു സീനെ നമുക്ക് കാണിച്ചു തരുന്നത്. അധികം കട്ടൊന്നുമില്ലാതെ മുഴുവനായിട്ടും അത് കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ നെഡ് സ്റ്റാർക്കിൻ്റെ മോട്ടീവ്, ബ്രാൻ സ്റ്റാർക്ക്, റോബ് സ്റ്റാർക്ക്, ജോൺ സ്നോ, അങ്ങനെയുള്ളവരുടെ റിയാക്ഷൻ, ഇതൊക്കെ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. എ പേഴ്സൺ ഹൂ ഷാൽ പാസ് ദ സെൻറ്റൻസ് ഷുഡ് സ്വിങ് ദ സോഡ് എന്നുള്ള നെഡ് സ്റ്റാർക്കിൻ്റെ ഡയലോഗൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. സോ അദ്ദേഹം എങ്ങനെയാണ് ഓണറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സീനിന് സഹായിക്കുന്നുണ്ട്. സോ അത്ര എക്സ്റ്റെൻഡഡ് ആയിട്ടും സ്ലോ പേസിൽ ആ സീൻ ഉള്ളതുകൊണ്ടാണ് അത് നമുക്ക് ഇത്ര ഇമ്പാക്റ്റിൽ എത്തുന്നത്. സീസൺ 1ന് ഈ ഒരു പേസിങ് ഹെൽപ്പ് ചെയ്തത് ആ ഒരു ജോഗ്രഫി നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റി എന്നുള്ളതാണ്. വിൻ്റർഫെല്ലിൽ നിന്ന് കിങ്സ് ലാൻഡിങ്ങിലോട്ട് പോകുന്ന ആ ഒരു ജേണി തന്നെ എടുക്കാം. അതിന് 1.5 എപ്പിസോഡ് അടുത്ത് എത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ റെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ ആ ഒരു വേൾഡ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു പേസിങ് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ജേണിക്ക് ഇടയിൽ നല്ല കോൺവെർസേഷനും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ
എന്താ പറയുക, ടിരിയനും ബ്രോണും ആയിക്കോട്ടെ, നെഡും റോബർട്ടും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാടധികം മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് കിട്ടാനും ഈ ഒരു പേസിങ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ലേറ്റർ സീസൺസിൽ അവർ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ആവുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. ആ ഒരു വേൾഡ് നമ്മൾ അത്രയും കാലം കണ്ടത് ചെറുതായ പോലെ നമുക്ക് തോന്നും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലേറ്റർ സീസണിനെ എത്രത്തോളം ഫ്ലോപ്പാക്കി മാറ്റുന്നതും സീസൺ 1, 2, 3 അങ്ങനെയുള്ള സീസൺസിനെ എത്രത്തോളം ഗ്രേറ്റ് ആക്കി മാറ്റുന്നതും. ഈ ഒരു ജേണി കവർ ചെയ്യാൻ തന്നെ എടുക്കുന്ന ഈ ഒരു ടൈം തന്നെ ആ ഒരു വേൾഡിൻ്റെ വലിപ്പം നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ലോ പേസിങ്ങിൽ കൂടുതലും സീസൺ 1 റിലേ ചെയ്തിരിക്കുന്നത് ഡയലോഗുകളെയാണ്. ആക്ഷൻ വളരെ കമ്മിയായിട്ടേ നമുക്ക് കാണിക്കുന്നുള്ളൂ, പക്ഷെ അതൊക്കെ എഫക്റ്റീവുമാണ്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ആക്ഷൻ എന്ന് പറയുന്നത് നെഡ് സ്റ്റാർക്കും ജെയ്മി ലാനിസ്റ്ററും, അതേപോലെ തന്നെ ഡോത്തറാക്കി ഗ്യാങ്ങിൽ വരുന്ന കുറച്ച് ഫൈറ്റും, പിന്നെ ആര്യയെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് വരുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഒരു ഫൈറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ സമയവും ഡയലോഗിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സീസൺ 1 പോകുന്നത്. ഈ ഡയലോഗും ആക്ഷനും തമ്മിലുള്ള ഒരു സ്വീറ്റ് സ്പോട്ട് ബാലൻസ് ചെയ്യാൻ എന്താ പറയുക സീസൺ 1 സാധിച്ചു. എന്നാൽ ലേറ്റർ സീസണിൽ അത് സാധിക്കാതെയും പോയി. പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിന് വേണ്ടി മാത്രം ആക്ഷൻ ചെയ്യുകയാണ് ലേറ്റർ സീസൺസിൽ. ഈ ഒരു ഫസ്റ്റ് സീസണിൽ പ്രോപ്പർ ബിൽഡപ്പും ആ ഒരു കഥയ്ക്ക് ആവശ്യമാകുന്ന നേരത്ത് മാത്രമാണ് ആക്ഷൻ വരുന്നത്. അതും ആ ആക്ഷൻ എടുക്കുന്ന സമയം ഒരുപാട് വലുതാണ്. അത്രയും റൈറ്റിംഗ് വെച്ച് ആ ഒരു ആക്ഷന് ഒരു കോസ് ഉണ്ടാവും. ആ ആക്ഷന് ശേഷം ആ ഒരു ആക്ഷൻ കാരണം ആ ഒരു വേൾഡിൽ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയും എന്താ പറയുക നല്ല രീതിയിൽ റൈറ്റിംഗ് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ആക്ഷനായാലും ഡയലോഗായാലും സീസൺ 1 ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ഈ ഒരു പേസിങ് ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. സീസൺ 1 എത്രത്തോളം പെർഫെക്റ്റ് ആക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഇതിൻ്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത്. ബട്ട് വാട്ട് മേക്സ് എ ഗുഡ് ഡയലോഗ്? എ ഗുഡ് ഡയലോഗ് റിഫ്ലക്ട് ദ ക്യാരക്ടേഴ്സ് ട്രേറ്റ് വിത്തിൻ ദ വേൾഡ്. അതേപോലെ തന്നെയാണ് ഇത് പ്ലോട്ടിനെയോ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിനെയോ ആ ഒരു വേൾഡിനെ ബിൽഡ് ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു കാര്യത്തിനെ സഹായിക്കുന്നുള്ളതാണ്. ഈ മൂന്നിനെയും സഹായിക്കാത്ത പക്ഷമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് ഒരു ഡയലോഗ് മോശമാവുന്നത്. ഈ ഡയലോഗ്സിന് പ്ലോട്ടായാലും വേൾഡ് ബിൽഡിംഗ് ആയാലും ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയാലും മൂന്നിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സീസൺ 1 ഡയലോഗ്സിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ എത്രത്തോളം ഇമ്പാക്റ്റ്ഫുള്ളാക്കി മാറ്റുന്നത്. ഈ ഡയലോഗ് നന്നാവുന്ന പക്ഷം നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടും, കുറച്ചും കൂടി കമ്പല്ലിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആയി മാറും. ഇപ്പോൾ ടൈവിൻ ലാനിസ്റ്ററിൻ്റെ ഇൻട്രോ തന്നെ എടുക്കാം, അതിലൊരു 3-4 ഡയലോഗെങ്കിലും ഐക്കോണിക് ആയിട്ടുള്ളതുണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്ന പക്ഷമാണ് അതായത് ഇനീഷ്യലായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് തന്നെ. സോ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീസൺ 1 ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഇതിലെ ഡയലോഗ്. സീസൺ 1 എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന മറ്റൊരു ഫാക്ടറാണ് ഇതിലെ പ്ലോട്ട് ട്വിസ്റ്റ്. ഞാൻ ഉൾപ്പെടെ ഈ ഗെയിം ഓഫ് ത്രോൺസ് കാണുന്ന എല്ലാവരും വിചാരിക്കുക നെഡ് സ്റ്റാർക്കാണ് ഇതിൻ്റെ മെയിൻ പ്രോട്ടഗണിസ്റ്റ്, അദ്ദേഹം സീരീസിൽ ഉടനീളം ഉണ്ടാവും എന്നുള്ളത്. കാരണം വിൻ്റർഫെൽ ആയാലും കിങ്സ് ലാൻഡിംഗ് ആയാലും നമ്മൾ പരിചയപ്പെടുന്നത് നെഡ് സ്റ്റാർക്കിലൂടെയാണ്. പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ കാണുന്നതും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഈ വേൾഡിനെ കുറിച്ച് നമ്മൾ നെഡ് സ്റ്റാർക്കിലൂടെയാണ്. നെഡ് സ്റ്റാർക്കിൻ്റെ ഒപ്പമാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അദ്ദേഹം അവസാനം വരെ ഉണ്ടാവും എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ മൈൻഡിൽ. ഇതാണ് മറ്റ് സീസണിൽ നിന്നും ഈ സീസണെ വ്യത്യസ്തമാക്കുന്നത്. കാരണം മറ്റ് സീസണിൽ ഓരോരോ സബ്പ്ലോട്ട് പോകുന്നുണ്ടാവും, അതിന് ഓരോരോ പ്രോട്ടോണിസ്റ്റും ആൻറ്റഗണിസ്റ്റും ഉണ്ടാവും. ബട്ട് സീസൺ 1 ഈവൻ ദോ ഡെനേറീസിൻ്റെ സ്റ്റോറി പോകുന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ആകുന്നത് നെഡ് സ്റ്റാർക്കിലോട്ടാണ്. സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊല്ലാനുള്ള ഒരു ധൈര്യം കാണിച്ചത് തന്നെയാണ് ഈ ഒരു സീരീസിനെ ഗോട്ടഡാക്കി മാറ്റുന്നത്. നെഡ് സ്റ്റാർക്കിൻ്റെ മരണം എത്രത്തോളം ഓർഗാനിക്കായി ഫീൽ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് അദ്ദേഹം മരിച്ചു എന്നുള്ളത്. അദ്ദേഹം ലിറ്റിൽ ഫിംഗറിനെ വിശ്വസിക്കുന്നുണ്ട്, സേഴ്സിയെ നേരിട്ട് പോയി ചലഞ്ച് ചെയ്യുന്നുണ്ട്, റെൻലിയുടെ ഓഫർ നിരസിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലോട്ട് നയിക്കുന്നത്. സോ ഈ ഒരു വേൾഡിൽ എന്താ പറയുക, ഓണറിനെ പ്ലേസ് ചെയ്തത് കൊണ്ടാണ്, പവറിന് മുകളിൽ ഓണറിനെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് നെഡ് സ്റ്റാർക്ക് മരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇത്ര ഓർഗാനിക്കായി ഫീൽ ചെയ്യുന്നത്. നെഡ് സ്റ്റാർക്കിൻ്റെ മരണം വെസ്റ്ററോസിനെ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ജോഫ്രി എന്ന് പറയുന്നൊരു കിങ്ങിന് പവർ കിട്ടുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരു വാർ ബ്രോക്ക് ആവുന്നുണ്ട്. സാൻസ, റോബ്, ബ്രാൻ, അതേപോലെ തന്നെ ആര്യ, ജോൺ, ഇങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സിന് പുതിയൊരു പാത്ത് തുറന്നു കാണിക്കാൻ നെഡ് സ്റ്റാർക്കിൻ്റെ മരണം സഹായിക്കുന്നുണ്ട്. മറ്റ് ക്യാരക്ടേഴ്സ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ അവരുടെ ജീവൻ ഒരു ഗ്യാരൻറ്റി ഇല്ല എന്നുള്ളൊരു തോട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്, ഒരു ടെൻഷൻ ബിൽഡാക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നെഡ് സ്റ്റാർക്കിൻ്റെ മരണത്തിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
അതേപോലെ തന്നെയാണ് ഞാൻ ഒന്നും കൂടി എടുത്തു പറയാം ജോർജ് ആർ ആർ മാർട്ടിൻ്റെ റൈറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യം. കാരണം ഒരു മെയിൻ ക്യാരക്ടറിനെ സീസൺ 1 അവസാനം തന്നെ കൊന്നാലും ഇനിയും കഥ പറയാൻ തനിക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്, ആ ഒരു വേൾഡിൽ ഇനിയും ഒരുപാട് മിസ്റ്ററീസ് സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഈ ഒരു സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞ ബുക്കായാലും ഈ ഒരു സീസൺ 1 ആയാലും ഓൾ സീരീസ് ആയാലും ഇത്രത്തോളം ഗോട്ടഡ് ആവാനുള്ള കാരണം. സോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഭാവിയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി സീസൺസിൻ്റെ അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.